മസ്താനി ഇന്നലെ പാതിരാത്രിയിൽ നെവിൻ്റെ തൊപ്പി അടിച്ചു മാറ്റി. മസ്താനിയും റെനയും നൈസായിട്ട് നെവിൻ്റെ കട്ടിലിൽ പോയി നെവിനോടൊപ്പം ഒരു ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമൊക്കെ കളിച്ച് അതിൽ പ്രവീണയും ഇൻക്ലൂഡ് ചെയ്ത് വളരെ ഫണ്ണാക്കിക്കൊണ്ട് നെവിൻ പോലും അറിയാതെ നെവിൻ്റെ തൊപ്പി അടിച്ചു മാറ്റിയിട്ടുണ്ട് മസ്താനി ഇതിനു മുൻപേ ഷാനവാസിൻ്റെ ബെഡ് സ്പേസിൽ നിന്നും ഷാനവാസിൻ്റെ തൊപ്പി അടിച്ചു മാറ്റാൻ നോക്കി. അപ്പോൾ കാവലിൽ നിന്നത് റെന ഫാത്തിമയൊക്കെയാണ്. പക്ഷേ ഷാനവാസിൻ്റെ ബെഡ് സ്പേസിൽ നിന്നും തൊപ്പി കിട്ടിയില്ല. ഇപ്പോൾ നെവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നെവിൻ്റെ അടുത്ത് നിന്ന് നൈസായിട്ട് അവർ തൊപ്പി അടിച്ച് മാറ്റിയിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഈ ഒരു തൊപ്പി തലയിൽ വെക്കണം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിനി നാളെ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് തൊപ്പി അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ എന്തെങ്കിലും ഗുണം ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഈ മസ്താനിയും റെനയും നെവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫണ്ണായിട്ടുള്ള ഗെയിം കളിക്കുമ്പോൾ നെവിൻ ഭയങ്കര ആക്റ്റീവായിട്ട് അവർ പറയുന്ന പോലെ തന്നെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ പ്രവീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. പ്രവീൺ അവിടെ നിന്ന് അങ്ങ് ഏറ്റു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രേണുസുധീരുടെ അടുത്തൊരു സോഫയിൽ പോയി എന്ന് പറയുന്നുണ്ട്. അവരെ ചെറിയ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായി. ഞാനിപ്പം ഇവിടെ നിന്നത് വാച്ച് ചെയ്യുന്നുണ്ട്. അവരെ കുറേ നേരമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ നൈസായിട്ട് നെവിൻ്റെ തൊപ്പി അടിച്ച് മാറ്റുന്നുണ്ട്. അത് ഞാൻ കണ്ടു. പക്ഷേ ഞാനത് പറഞ്ഞു കൊടുക്കില്ല. നെവിൻ്റെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. നെവിൻ അത്രയ്ക്ക് വലിയ പാവമൊന്നുമല്ല. പക്ഷേ വേറെ ആരുടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ എന്നും പ്രവീൺ പറയുന്നുണ്ട്. എന്തായാലും രാത്രി തന്നെ മസ്താനി റെനയും കൂടെ നെവിൻ്റെ തൊപ്പി അങ്ങ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.